അതിപരിശുദ്ധമായ നാമായിട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് പദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം എന്റെ 2-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് വായിച്ചത്. ആ വചനം പൂർണ്ണമായി നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം തൊട്ട്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്ര ചെയ്ത് മയക്കിയതാർ. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ പ്രസംഗം കേട്ടതിനാലോ. അതിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ വചനമാണ്. എന്താണ്? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഇന്ന് സകല ജനത്തോടും ദൈവം ചോദിക്കുക, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന ഞാൻ ഭക്തനാണ്, വിശുദ്ധനാണ്, ഞാൻ വേർപെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവനാണ് എന്ന് പറയുന്ന വിശ്വാസ സമൂഹത്തെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, പറയുകയാണ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിച്ച പോലെ ബുദ്ധിയില്ലാത്ത വിശ്വാസികളെ. ഹല്ലേലൂയ. ചിലര് പറയുന്നത് ഞങ്ങൾക്ക് ഈ വചനമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. ചില വിശ്വാസികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വചനമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും, ഇത് വേറെ ആളുകളോടാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന ഈ വചനം, ഇതിലെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ വായിച്ചാൽ യഥാർത്ഥത്തിൽ ഈ വചനം നമ്മോട് തന്നെയാണ് നമ്മൾ ചേർത്ത് പഠിക്കേണ്ടത്. ഹല്ലേലൂയ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ പോലെയാണോ ഞാനും നിങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. നമ്മൾ ആദ്യം നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് മറ്റുള്ളവരെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠത. പക്ഷേ വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്ന പലരും ഹല്ലേലൂയ തങ്ങളെ തന്നെ തിരിച്ചറിയാതെ എപ്പോഴും തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നവരെ പഴിചാരുന്ന ഒരു അനുഭവമാണ്. കുറ്റം വിധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കടമകളെ അല്ലെങ്കിൽ അവരുടെ കർത്തവ്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരായി മാറുന്നു. പ്രൈസലോ. നമ്മളങ്ങനെ ആകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. നമുക്കറിയാം, വിവിധ നിലകളിലുള്ള ചോദ്യങ്ങൾ യഹോവയായ ദൈവം ഹല്ലേലൂയ സ്തോത്രം പഴയ നിയമത്തിൽ ചോദിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസന്മാരുടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അനവധി ചോദ്യങ്ങൾ നമ്മോടും ചോദിക്കാറുണ്ട്. നമുക്ക് പലപ്പോഴും ഉത്തരം പറയുവാനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് കൊണ്ട പഴമക്കാർ പറഞ്ഞ പോലെ പലരും ഹല്ലേലൂയ രക്തം ചെയ്യണം. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനമായും ദൈവം ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ പ്രാധാന്യം കൊടുക്കാറുണ്ടോ? ഹല്ലേലൂയ. നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്കതിന് അർഹതയുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ക്ഷമയോടുകൂടിയാണോ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ക്ഷമയോടുകൂടിയാണോ ജീവിക്കുന്നത്? മറ്റാർക്കും ഉപദ്രവം ചെയ്യാതെ, ഹല്ലേലൂയ, മറ്റാരും ഒന്ന് അപഹരിച്ചെടുക്കാതെ, മറ്റാരുടെ കുറ്റങ്ങൾ പറയാതെ, മറ്റാരെയും ഈ വിഷയങ്ങൾക്കകത്ത് കയറി തലയിടാതെ നാം നമ്മെ തന്നെ സ്വതന്ത്രമായി നിർത്തിക്കൊണ്ടാണോ നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുക, ഒന്നാമതായുള്ള ഈ ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യം എന്ന വാക്കിന് 3 അർത്ഥങ്ങളുണ്ട്. ചോദ്യം നമ്മൾ ചോദിക്കുകയല്ല, ആ ചോദ്യം എന്ന വാക്കിന് 3 അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹല്ലേലൂയ സ്തോത്രം ആരായുക. ചോദ്യം എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം ആരായുക. ഹല്ലേലൂയ. രണ്ടാമതായുള്ള അതിന്റെ അർത്ഥമാണ് ചെവി കൊടുക്കുക. മൂന്നാമതായിട്ടുള്ളത് മറ്റുള്ളവരെ കുറിച്ച് ചെവി കൊടുക്കുക, കേൾവിപ്പെടുക. അല്ലെ? അപ്പൊ ഈ ചോദ്യം നമ്മൾ കേട്ടു, ചോദ്യോത്തര വേളകൾ, ചോദ്യം ചോദിക്കുന്ന അല്ലെ അനുഭവങ്ങളെ നമ്മൾ വിവിധ തലങ്ങളിൽ നമുക്കറിയാം. അപ്പം ചോദിക്കുന്നവന്റെ വിഷയം എന്താ? ഹല്ലേലൂയ.
അവൻ ചില ആരായിക, അവൻ ചെവി കൊടുക്കുക, മറ്റുള്ളവരെ കുറിച്ച് കേൾപ്പിക്കുക, കേൾപ്പിക്കപ്പെടുക, ഇതൊക്കെ നമ്മളെ അകത്ത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ പല ചോദ്യചിഹ്നങ്ങൾ ഉയരുമ്പോൾ ആ ചോദ്യചിഹ്നങ്ങൾക്കെല്ലാം എന്തും മറുപടി പറയണമെന്ന് ഓർത്ത് നമ്മൾ പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു ദൈവദാസൻ ഒരു വലിയ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം വലിയ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക കൊറിയയിൽ പോൾ ജോഗിച്ചോയുടെ ചർച്ചിനകത്ത് വലിയ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സഭയിൽ ചെന്നപ്പം അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പം ദൈവത്തെ നന്നായിട്ട് ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവമാണ്. ഹല്ലേലൂയ. അപ്പം വളരെ ഉത്സാഹത്തോടെയാണ് ദൈവത്തെ അവർ സ്തുതിക്കുന്നത്. അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. അവർക്ക് ലഭിച്ച രക്ഷ ന്യായപ്രമാണത്തിൽ മോചനം തേടി വിശ്വാസത്തിന്റെ മാർഗത്താൽ പരിശുദ്ധാത്മാവിനെ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവയിൽ ലഭിച്ച ആ ദൈവിക സന്തോഷത്തെ ആ സഭയും സഭയിലെ ഇടയന്മാരും കൂടെ ഒന്നിച്ച് സന്തോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസന് സന്തോഷം തോന്നി. പലരും പല ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തോട് സംസാരിക്കുവാൻ വേണ്ടി ഈ ദൈവദാസൻ തയ്യാറായി. പലരും പല ചോദ്യങ്ങളും ചോദിച്ച് ഉത്തരം പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചോദിക്കണമെന്ന് അറിയാതെ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുക. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ സമയമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, പാസ്റ്റർ, ഈ സഭയ്ക്കകത്ത് ഇതുപോലെ ആളുകൾ വരാനുള്ള കാരണം എന്താണ്? ഈ സഭ എന്താണ് ഇത്ര ശക്തമായിട്ട് പോകുന്നത്? ഈ സഭയ്ക്കകത്ത് ആത്മാവിന്റെ വലിയ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ തീയാണ്, ആത്മാവിന്റെ നദി ഒഴുകുന്നു. ഹല്ലേലൂയ. ജനത്തിൽ വലിയ ശുദ്ധീകരണം നടക്കുന്നു, ജനം ആത്മാവിൽ നിറയപ്പെടുന്നത് കാണാൻ കഴിയുന്നു. അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഈ പോൾ ജോഗിച്ചോട് ദൈവദാസൻ ചോദിച്ചവും പറഞ്ഞു, പാസ്റ്റർ, അതിനൊറ്റ കാരണമുള്ളൂ. ഞാൻ ദൈവസനം മുഴകാലും മടക്കിയിരുന്ന് പ്രാർത്ഥിക്കും. എന്റെ ദൈവജനത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, കഷ്ടം സഹിക്കുന്ന ജനത്തിനു വേണ്ടി ഞാൻ ദൈവസനിൽ നിന്നും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ ചില ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കും. അപ്പം ചോദ്യങ്ങൾ ചോദിക്കും ദൈവത്തോട് ആരായും. ഹല്ലേലൂയ. മാത്രമല്ല ഞാൻ ചില ചെവി കൊടുക്കും, ദൈവത്തിന്റെ ഉത്തരത്തിന് ചെവി കൊടുക്കും. മറ്റുള്ള വിഷയങ്ങൾ കേൾപ്പിക്കപ്പെടാനും അവരുടെ വിഷയം കേൾക്കാനും വേണ്ടി ഞാൻ തയ്യാറാകും. അപ്പൊ ദൈവത്തോട് ഇതെല്ലാം പ്രാപിച്ച് ഞാൻ എൻ്റെ സഭയിൽ വന്നു കഴിയുമ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആരായുന്നതിനെല്ലാം ഞാൻ മറുപടി പറയും. അവർക്ക് ഞാൻ ചെവി കൊടുക്കും. ഹല്ലേലൂയ. മറ്റുള്ള വിഷയങ്ങൾ ഞാൻ കേൾക്കപ്പെടും. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തക്കതിൽ ഞാൻ ബോധ്യമാക്കി കൊടുക്കും. അതുകൊണ്ട് ആത്മാവിന്റെ വലിയ നദി സഭയ്ക്കകത്തുണ്ട്. ആ നദിയാണ് ഇവിടെ കാണുന്നത്. അത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ ജനത്തിന്റെ ഉള്ളിൽ വന്ന മാറ്റമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രശ്നം, ന്യായപ്രമാണത്താൽ നമുക്ക് നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് വിശ്വാസത്തിന്റെ വചനം ഉള്ളിൽ തട്ടിയാൽ, വിശ്വാസത്തിന്റെ വചനം ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്നാൽ, നിന്റെ പാപങ്ങളെ കുറിച്ച് നിനക്ക് ബോധ്യം വന്നു കഴിയുമ്പോൾ, പാപബോധന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. മാത്രമല്ല, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന് മാറ്റം വരുത്തിയിട്ട് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നീ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിലേക്ക് പകരാൻ തുടങ്ങും, രക്തം ചെയ്യും. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞ എന്താണ്? വിശ്വാസത്തിന്റെ ആത്മദാനം എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ ആത്മദാനം. വിശ്വാസത്തിന്റെ ആത്മദാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലാണോ എന്ന് പൗലോസ് ചോദിക്കുക. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ മാർഗത്താലാണോ അതോ അതിന്റെ പ്രവൃത്തിയിലാണോ? ഹല്ലേലൂയ. എന്നിട്ട് വിശ്വസിക്കുന്നവർക്കുള്ള ദൈവത്തിന്റെ ദാനമാണ് ആത്മാവെന്ന്. അതെ, കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കുള്ള ദാനമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നാം എപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെടുന്നു, അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകരും. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കരുത്. ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കുന്നവരെ അവർക്കൊന്നും വിടാൻ പറ്റത്തില്ല, എല്ലാം വേണം. ഹല്ലേലൂയ. ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുന്നത് മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇവിടുത്തെ ഒരു മതങ്ങൾക്കും മതപ്രമാണങ്ങൾക്കും ഒരു മത നേതാക്കന്മാർക്കും കഴിഞ്ഞിരുന്നില്ല. അന്നത്തെ യാഗങ്ങൾ കൊണ്ട് വഴിപാടുകൾ കൊണ്ടൊന്നും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാൽ, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയാൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോഴാണ്
ആമേൻ. കർത്താവായ യേശുക്രിസ്തു തന്റെ യേശുക്രിസ്തുവിലൂടെ ഈ തിരുവെഴുത്തുകളെ നമുക്ക് ബോധ്യമാക്കി തന്നതും, യേശു നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. 50-ാം ദിവസം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. അപ്പൊ എന്താണ്? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയത് യേശു മാത്രമാണ് നാം വിശ്വസിച്ച് നാം ദൈവത്തിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം സ്വർഗത്തിൽ ദാനമായി ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. അല്ലാതെ നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടോ, നമ്മുടെ ചിന്തകൾ കൊണ്ടോ, ബുദ്ധി കൊണ്ടോ, കഴിവുകൊണ്ടോ, പണം കൊണ്ടോ, നമ്മൾ നല്ലതായി നടന്നുകൊണ്ടോ, വിശുദ്ധന്റെ പദവി കെട്ടിയതുകൊണ്ടോ, വിശുദ്ധനാണെന്ന് മറ്റുള്ള മുമ്പിൽ കാട്ടിക്കൊടുത്തത് കൊണ്ടോ, ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ, അല്ലേലിയ, പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായത് ന്യായപ്രമാണം നീ എപ്പോഴും കൊണ്ട് നടക്കുന്നവനാണെന്ന് പറഞ്ഞതുകൊണ്ടല്ല നിനക്ക് ആത്മാവിനെ കിട്ടിയത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ രക്തം ചെയ്യാൻ ദൈവം ദാനമായി തന്നതാണ് പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്നവർക്ക് ദൈവം തരുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അത് എന്നാ നമുക്കറിയാം. അപ്പം ഇത് ഗലാത്യ സഭയ്ക്ക് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല ജനത്തിനും ദൈവം പരിശുദ്ധാത്മാവിനെ തരും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തിനും പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായിട്ട് നൽകാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഇരുതോണി കാലി വെക്കാതെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കണം, രക്തം ചെയ്യണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം തരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള സകല അശുദ്ധിയെ നീക്കിക്കളയണം. അല്ലേലൂയ. സകല അശുദ്ധിയെ നീക്കിക്കളയണം. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അശുദ്ധി നിറഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവിനെ ഒന്ന് വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കണ ഹൃദയം ശുദ്ധീകരിക്കണം. പ്രൈസലോ. ഹൃദയത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകണം. പല ആളുകളും പുറമേ ഭയങ്കര ഭക്തയൊക്കെയാണ്. ഹല്ലേലൂയ. ഭയങ്കര ഭക്തന്മാർ, ഭയങ്കര ഭക്തകൾ. അയ്യോ, അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും ഭയങ്കരമായിട്ട് അതിശയിച്ചു പോകും. പിന്നെ പക്ഷേ വിളിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, അതരവും കൊണ്ട് തുറന്നാൽ ഭക്തന്റെ ഭക്തിയും പോയി, എല്ലാം പോയി. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞു വിടുന്നതെന്ന് അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദാസന്മാരുടെ നിങ്ങൾ നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാലാണ് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ലഭിച്ചെങ്കിൽ നിങ്ങൾ എല്ലാ അസഭ്യമായ വാക്കുകളും സംസാരിക്കും, എല്ലാ അശുദ്ധമായ വാക്കുകളും. നിന്റെ കൂട്ടുകാരനെ നീ കലഹമുണ്ടാക്കും, കുടുംബത്തിൽ കലഹമുണ്ടാക്കും, സഭയിൽ കലഹമുണ്ടാക്കും. നിനക്ക് സമാധാനം കിട്ടില്ല. കാരണം ന്യായപ്രമാണത്തിന് പ്രവർത്തിക്കാൻ നിന്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് അത് ദൈവമായിട്ട് ബന്ധമില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നാൽ പുതിയ നിയമസഭയുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ തന്നാൽ നീ വളരെ സൗമ്യനായിരിക്കും, നീ വളരെ ശാന്തനായിരിക്കും. ആരോട് നീ എടുത്തിയാടി ഒന്നും പറയത്തില്ല. കേൾക്കുന്ന വാക്കുകൾ നീ വളരെ പ്രാർത്ഥനയോടെ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഉത്തരം പറയേണ്ടത് മാത്രമാണ് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെല്ലാത്തിനും ഒന്നും ഉത്തരം പറയാൻ നിൽക്കരുത്, എല്ലാത്തിനും ഉത്തരം പറയാൻ നിൽക്കരുത്. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. അല്ലേ? ചില സഭയ്ക്കകത്ത് ചില വിശ്വാസികൾ വന്നിട്ട് പാസ്റ്റർമാരെ പഠിപ്പിക്കാൻ വരും. ഹല്ലേലൂയ. പാസ്റ്റർമാരെ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ പാസ്റ്റർമാരെക്കാട്ട് വലിയവരാണെന്നാണ് ചിന്തിക്കുന്നത്. വിശ്വാസികൾ പാസ്റ്റർമാരെക്കാട്ട് വലുതാണ്. കാരണം ഈ പല ദൈവദാസന്മാരും പലരുടെ ചിന്തകളും വായിച്ചും കേട്ടും അറിഞ്ഞു നോക്കുന്നത് ഇവരെന്തെങ്കിലുമൊക്കെ അവിടെ നിന്നൊക്കെ തട്ടിയും മുട്ടിയും പെറുക്കി പറയാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ പാസ്റ്ററെക്കാട്ടി വലിയവരായി സഭയിലെ വിശ്വാസികൾ. പിന്നെ ദൈവം നിയോഗിച്ചു വെച്ച് ഇടയന്മാർക്ക് യാതൊരു വിലയില്ല. അത് സഭയിലെ പാസ്റ്റർമാരുടെ പള്ളിയിലെ പുരോഹിതന്മാരോട് ഇത് തന്നെയാണ് കേട്ടോ. ചില പുരോഹിതന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാ ഞാനൊക്കെ നല്ല ഒരുപാട് ക്രൈസ്തവരുമൊക്കെ സംസാരിക്കുമ്പോൾ അവരവരുടെ പള്ളിയിലെ പുരോഹിതരെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ആ പുരോഹിതരെക്കാട്ടിൽ ശ്രേഷ്ഠന്മാരെ ഇവരെന്നാ തോന്നുന്നു. പക്ഷെ ഇവന്റെ പണി എന്താ? കുറ്റം പറച്ചില്ല. അല്ലേ? മറ്റവരെന്താ ചെയ്യുന്നത്? അവരുടെ വേല ചെയ്യുക. സ്വതന്ത്രം. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെടണം. അല്ലേ? ഇവിടെ നമുക്ക് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നാം ദൈവത്തിന്റെ മകനായി മകളായി മാറുമ്പോൾ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ് പരിശുദ്ധാത്മാവിനെ. അതുകൊണ്ടാണ് നമ്മൾ വചനം വായിക്കുന്നത്. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഹല്ലേലൂയ. നമ്മൾ മക്കളായതുകൊണ്ട് കിട്ടിയതാണ്.
പാപത്താൽ നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ പാപ ശരീരത്തിൽ ജീവിക്കുമ്പോൾ, പാപത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് വഴങ്ങി ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളല്ല, പിശാചെന്ന പിതാവിന്റെ മക്കളാണ്. യോഹന്നാൻ നിങ്ങൾ വായിച്ചു നോക്ക്. പിശാചെന്ന പിതാവിന്റെ മക്കളായി ജീവിച്ചപ്പോൾ അന്ന് പാപം മുഴുവൻ, പാപമേ എവിടെയായിരുന്നു ജീവിതത്തിൽ? പാപത്തിൽ നാം മുഴുകി പാപത്തിന് അടിമപ്പെട്ട് കിടന്നു. എന്നാൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ, പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നു. അപ്പൊ എന്ത് ചെയ്തു? അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന നമ്മൾ മക്കളായി, നമുക്കൊരപ്പനായി ഈ ഭൂമിയിൽ ജനിച്ചു. ആമേ പാപത്തിൽ വളർന്നു, പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ മുന്നോട്ട് പോയി. എന്നാൽ തിരിച്ചറിവായി കഴിയുമ്പോൾ പാപപരിഹാരം ആവശ്യമാണ്, പാപത്തിന് ശുദ്ധീകരണം ആവശ്യമാണ്. അത് മതത്തിന്റെ പ്രമാണങ്ങൾക്കോ മത നിയമങ്ങൾക്കോ തരുവാൻ കഴിയില്ല. മതത്തിൽ പേരുള്ളതുകൊണ്ടോ പള്ളിയുടെ രജിസ്റ്റർ പേരുള്ളത് കൊണ്ടോ പള്ളിയുടെ മുൻപന്തി നിന്നത് കൊണ്ടൊന്നും പാപത്തിന് പരിഹാരമില്ല. ഒരുപാട് മധ്യസ്ഥന്മാരുണ്ടെങ്കിലും മധ്യസ്ഥന്മാർക്കൊന്നും പാപം പരിഹരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും സഭയുടെ മധ്യസ്ഥന്മാർക്ക് പാപം പരിഹരിക്കാമെന്ന് വേദപുസ്തകം എഴുതിയിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദരസ്വരി, ഒരു മധ്യസ്ഥ മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ കഴിയില്ല. ദൈവത്തിന് മനുഷ്യരുടെ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തുവിന് മാത്രമേ പാപപരിഹാരം നടത്താൻ കഴിയൂ. അല്ലാതെ മനുഷ്യൻ മധ്യസ്ഥയാക്കി വെച്ചിരിക്കുന്നവർക്കും ഒരു മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ കഴിയത്തില്ല. അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ നമ്മൾ ഉള്ളിൽ പകരുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ നാം നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി മാറുന്നത്. ആമേ, നമ്മുടെ പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിടെ മാത്രമാണ്. അല്ലാതെ ഒരു മധ്യസ്ഥനും ഒരു മധ്യസ്ഥയ്ക്ക് നമ്മുടെ പാപപരിഹാരത്തിന് തരാൻ പറ്റത്തില്ല. അല്ലേ? ഇന്നും ജനം ഇതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അല്ലേ, ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് ചെവിയിലേക്ക് കയറത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളെ നോക്കി, ക്രൈസ്തവ വിശ്വാസികളെ നോക്കിയിട്ട് വിളിക്കുകയാണ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിച്ച പോലെ ബുദ്ധിയില്ലാത്ത ക്രൈസ്തവരെ എന്ന് വിളിക്കുകയാണ്. അല്ലേ? നിങ്ങളെ ശൂദ്രൻ ചെയ്ത് ആരെന്നാണ് ചോദിക്കുന്നത്? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ശൂദ്രൻ ചെയ്ത് മയക്കിയതാണ്. അല്ലേരിയ. ഓരോ ക്രൈസ്തവരും കർത്താവ് ചോദിക്കുക, യേശുക്രിസ്തു അല്ലേരിയ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ശൂദ്രൻ ചെയ്ത് മയക്കിയതാര്? അല്ലേരിയ. അതുകൊണ്ടാണ് നീ ആ ക്ഷുദ്രത്തിന്റെ, ആ മന്ത്രത്തിന്റെ, കൂടോത്രത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് ആമേൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ച് കാണിച്ചിട്ടും ആത്മാവിന്റെ പ്രവൃത്തി നിന്റെ ഉള്ളിലല്ലാതെ ഇന്ന് നീ ന്യായപ്രമാണത്തിന് അടിമയായി കിടക്കുന്നത്. നിന്റെ ഉള്ളിൽ അപ്പാ പിതാവിനെ വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവില്ല. അല്ലേ? സ്തോത്രം. അല്ലേ? അപ്പൊ എന്താണ് അപ്പാ പിതാവി എന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ? അല്ലേ? അപ്പാ പിതാവി എന്നൊക്കെ വിളിക്കുക പറഞ്ഞാൽ, അല്ലെങ്കിൽ തനിക്ക് ഒരു അവകാശവും ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട് മക്കളെന്ന അവകാശം പ്രാപിച്ചവരാണ് ആമേൻ ദൈവമക്കൾ. നമുക്കൊരു അവകാശവും ഇല്ലായിരുന്നു സ്വർഗരാജ്യത്തിൽ. ദൈവരാജ്യത്തിൽ നമുക്കൊരു അവകാശവും ഇല്ലായിരുന്നു. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റത്തില്ല. അവിടെ ചെല്ലാൻ പോലും പറ്റില്ല. വഴി പോലും അറിയില്ലായിരുന്നു. അല്ലേലിയ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ അവിടെ പാപത്തിന് പരിഹാരം വരുത്തി അവൻ ക്രൂശിക്കപ്പെട്ടവനെ നമ്മുടെ കൺമുമ്പിൽ വരച്ച് കാട്ടി നമ്മളത് വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ യേശു കർത്താവ് മുഖാന്തരം എന്ത് ചെയ്തു? നമുക്ക് അർഹതയില്ലാഞ്ഞ നമ്മൾ കാണാത്തൊരു ഭവനത്തിന്റെ സ്വർഗത്തിന്റെ മക്കളായി മാറി. സ്വർഗത്തിന്റെ മക്കളായി മാറിയപ്പോൾ പിശാചെന്ന പിതാവ് നമ്മുടെ ഉള്ളിൽ നീങ്ങിയിട്ട് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവാ. ഇപ്പൊ നമുക്കൊരു അപ്പനുണ്ട്. അല്ലേ? ആരാണ് നമ്മുടെ അപ്പൻ? അല്ലേ? അപ്പാ പിതാവി യേശുക്രിസ്തു നമ്മുടെ ആലയ നമുക്ക് പിതാവായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു അവകാശം സ്വർഗത്തിൽ ലഭിച്ചു. അല്ലേ? അപ്പൊ മനുഷ്യപുത്രനായി തീർന്ന ദൈവപുത്രനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന മനുഷ്യപുത്രന്മാരെ അല്ലെങ്കിൽ ദൈവപുത്രന്മാരായി ദൈവം സ്വീകരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യപുത്രന്മാരെ, എന്നോട് പറയാം, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യപുത്രന്മാരെ ദൈവം ദൈവപുത്രന്മാരായി കാണുന്നു. അല്ലേ? ദൈവപുത്രന്മാരായി ദൈവം സ്വീകരിക്കുക. അതുകൊണ്ട് ദൈവത്തെ പിതാവേ അല്ലെങ്കിൽ അപ്പ എന്ന് വിളിക്കുവാൻ നമുക്ക് അവകാശം പ്രാപിച്ചു. നമ്മൾ
മനുഷ്യപുത്രന്മാരിൽ നിന്നുള്ള കുറച്ചുകൂടെ വ്യത്യസ്തം വന്നിട്ട് ദൈവപുത്രന്മാരിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അപ്പാ പിതാവേ, അല്ലെങ്കിൽ പിതാവേ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് അവകാശം തന്നു. കർത്താവ് പറഞ്ഞു, നിന്റെ ജീവിതം അല്പം മാത്രമാണ് ഭൂമിയിൽ. ഈ ജീവിതം നീ ഇവിടുന്ന് മാറിക്കൊടുക്കണം. നിന്നെ ഞാൻ വിളിച്ച് വേർതിരിക്കുന്ന ഒരു ദിവസം കൊണ്ട് നിനക്ക് തന്നിരിക്കുന്ന സമയം കഴിയും. ആ സമയം കഴിഞ്ഞു കഴിയുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായി സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇനി ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിലേക്ക് നീ പോകാതെ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് നീ പോകാതെ, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നീ മാനസാന്തരപ്പെട്ട് ജീവിത വിശുദ്ധിയോടെ ജീവിക്കണം. നിന്നെ ഞാൻ എൻ്റെ മകളായി എടുത്തതാണ്. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ഭവനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിനക്ക് വാസസ്ഥലമുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ ചേർക്കാൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് നീ ഒരുങ്ങിയിരിക്കണം. അല്ലേയ സോർ. അപ്പം ദൈവം നമ്മെ അങ്ങനെ കേട്ടോ ചേർക്കുന്നത്. അല്ലേയ. അപ്പൊ അപ്പ എന്ന പ്രയോഗം ഒരു അരാമി ഭാഷയിൽ നിന്നുള്ളതാണ്. അപ്പ എന്ന പിതാവ് അരാമി ഭാഷയിലുള്ളതാണ്. അല്ലേലിയ. ആമീൻ. അതിന് അപ്പ അല്ലെങ്കിൽ അല്ലേലിയ ആമീൻ പിതാവ് എന്ന് തന്നെയാണ് അർത്ഥം. അബ്ബാ പിതാവ് എന്ന് അരാമ്യ ഭാഷയിലാണ്. അതിന് മലയാളത്തിൽ മറ്റു ഭാഷകളിൽ അതിന് അപ്പ എന്ന് തന്നെ അല്ലേലിയ സ്തോത്രം അർത്ഥമാണ്. അല്ലേലിയ. അപ്പ അല്ലെങ്കിൽ പിതാവ് എന്ന് തന്നെ ഒഴിക്കുക. യഹൂദ നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് കുടുംബത്തിൽ കാര്യമായ അവകാശം ലഭിച്ചിരുന്നില്ല. യഹൂദന്റെ പാരമ്പര്യം അന്നും ഇന്നും ഒക്കെ സ്ത്രീകൾ കുടുംബത്തിനകത്തും വളരെ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും എന്നില്ല, എല്ലാവരും ഒരേ അവകാശമുള്ളവരാണ്. അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽ അവൻ സ്ത്രീകൾക്ക് ഒരു അവകാശം ഇല്ലാതിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനാൽ ദൈവമക്കൾ വിശ്വാസികൾ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ അവിടെ ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും എന്നില്ലാതെ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്, സ്വർഗരാജ്യത്തിന്റെ മക്കളായി. ഇപ്പം നമുക്കെല്ലാം അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന അമ്മയൊരു ആത്മാവുണ്ട്. ഏരിയ. അപ്പൊ നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. രക്തജയം എന്തൊക്കെയോ കണ്ടും കേട്ടും ഒക്കെ നമ്മുടെ മനസ്സും ചിന്തകളൊക്കെ മാറിപ്പോകാതെ, കാലം ഇനി അധികമില്ലെന്നേ വേദപുസ്തകം പറയുന്നതനുസരിച്ച് മത്തായിയുടെ സുവിശേഷം 24 മർക്കോസ് 13 രൂപസ്ഥലങ്ങൾ വായിക്കുക. ഈ കർത്താവിന്റെ വരവ് ഏറ്റവും ആസനമായിരിക്കുന്നു. അല്ലേലിയ. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും ഈ കാണുന്നതെല്ലാം നമ്മൾ കാണുമ്പോൾ, ആ ക്ഷാമമൊക്കെ കാണുമ്പോൾ മഹാവ്യാധികൾ അല്ലേ പലതും കണ്ടുകൊണ്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ വരവേറ്റു ആസനമായി. അതുകൊണ്ട് ലോകം മുഴുവൻ യുദ്ധത്തിന്റെ രീതിയിലാണ്. ഇപ്പം കണ്ടില്ല, ലോകം മുഴുവൻ യുദ്ധത്തിന്റെ ഭയാനകമായ അനുഭവത്തിലൂടെ കടന്നുപോയി. എന്നാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊന്നും കണ്ടവർ ചഞ്ചലപ്പെട്ട് പോകത്തില്ല. കാരണം അവർക്കറിയാം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. അത് ഇപ്പോൾ നടക്കുന്നതെല്ലാം ഇവിടെ സംഭവിച്ചേ മതിയാവും. ഇതെല്ലാം ഒരു ഈറ്റുനോവിന്റെ ആരംഭമാണ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മലേറിയ. അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവന് നിത്യമായി സ്വർഗമുണ്ട്. അല്ലാതെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയവന്റെ കയ്യിൽ നിങ്ങൾ ഇന്നുമാണെങ്കിൽ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കാട്ടിരിക്കും, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയാതെ ഇന്ന് നിങ്ങൾ ഏതോ ക്ഷുദ്രപ്രയോഗത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവളാണെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണാൻ കഴിയില്ല. രക്തജയം. ലേരിയ. നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ മതി, വേറൊന്നും നമ്മൾ പഠിക്കണ്ട. വേദപുസ്തകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിനെ പലരും തെറ്റായിട്ട് അങ്ങ് വ്യാഖ്യാനിക്കും. ലേരിയ. തെറ്റായിട്ട് അങ്ങ് ചിത്രീകരിക്കും. പ്രേക്ഷകരോ. പിന്നെ പല ആളുകൾ വേദപുസ്തകത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. സത്യത്തെ മറച്ചു വേണ്ട പലർക്കും തങ്ങളെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടിയിട്ട് അവരോരോ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടിട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരന്റെ ദുർവ്യാഖ്യാനം കണ്ടു. അല്ലേരിയ. അദ്ദേഹം വന്ന് പെന്തക്കോസുകാരെ കുറിച്ച് കുറെ ആക്ഷേപങ്ങൾ, കുറെ അപവാദങ്ങൾ പറയുക. അപ്പം ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹത്തിന് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഇദ്ദേഹം അന്നും ഇന്നുമൊക്കെ ആ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ട് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, അപ്പാ പിതാവ് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കളെ കുറിച്ച് അവൻ അറിയില്ലാത്തത് കൊണ്ട് അവൻ ഈ പിച്ചും പേയും ഒക്കെ വിളിച്ചു പറയുക. ലേലിയ. ദൈവമക്കളെ കുറിച്ച് പിച്ചും പേയും വിളിച്ചു പറയുന്നവൻ അവനെ ആരും ശൂദ്രം ചെയ്ത് മയക്കിയിട്ടുണ്ട്. ലേലിയ. ദൈവമക്കളെ കുറിച്ച്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച്, പാപത്തിന് പരിഹാരം വരുത്തിയ, പാപത്തിന് ശുദ്ധീകരണം വരുത്തിയ, മാനസാന്തരപ്പെട്ട
ബന്ധപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന വേർപാടും വിശുദ്ധിയും ജീവിക്കുന്ന ദൈവമക്കളെ കുറിച്ച് അല്ലേലൂയ നീ അപവാദം പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്നും നിന്നെ ശൂദ്രം ചെയ്ത് ആരും മയക്കി വെച്ചിരിക്കുന്ന നിനക്ക് സുബോധമില്ലാത്തത് കൊണ്ടാണ് നീ കണ്ടതും കേട്ടതും ഒക്കെ പറയുന്നത്. നിന്നെ പറഞ്ഞിട്ട് കാര്യം നിന്റെ പിതാക്കന്മാരെ പറഞ്ഞാൽ മതി. അവരിതിനെ പഠിപ്പിച്ചതാണല്ലോ നീ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വേദപുസ്തകമൊക്കെ ഒന്ന് വായിച്ചാലും നല്ല. പണ്ടൊക്കെ ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വേദപുസ്തകമൊക്കെ വായിക്കാൻ തുടങ്ങിയ പിന്നാണ് സ്തോത്രം. വേദപുസ്തകം എന്ന് പറയുന്നത് പല വേദപുസ്തകമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വേദപുസ്തകമാണ് ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് പലരും തങ്ങളുടേതായ ഇഷ്ടപ്രകാരം തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചിലതൊക്കെ മാറ്റിയും ചിലതൊക്കെ കൂട്ടിയും ചിലതൊക്കെ യേശു പറയാത്ത പരിശുദ്ധാത്മാവ് പറയാത്തതൊക്കെ പലയിടത്തും കൂട്ടി ചേർത്ത് എഴുതി വെച്ചും കാരണം പരിശുദ്ധാത്മാവ് എഴുതാത്തതും ഒക്കെ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം എഴുതിയതുമായിട്ടുള്ള കുറെ പുസ്തകങ്ങളൊക്കെ ഉള്ള വേദപുസ്തകമുണ്ട്. ഹല്ലേലൂയ. അതന്നെ വേദപുസ്തകം. വേദം സത്യവേദപുസ്തകം. 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് സത്യവേദപുസ്തകം. ആദിമസം അംഗീകരിച്ചത് കാനൂനിക നിയമപ്രകാരം അംഗീകരിച്ചത് അപ്പോസ്തലന്മാരെ അംഗീകരിച്ചതും ഹല്ലേലൂയ ആദിമസഭയിലും ഇന്നും യഥാർത്ഥത്തിൽ ദൈവജനം വിശ്വസിച്ച് ആരാധിക്കുന്ന സത്യവേദ പുസ്തകം അതാണ് യഥാർത്ഥ പുസ്തകം. അല്ലാതെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എനിക്ക് ഇത്രയൊക്കെ എഴുതാൻ പറ്റിയതുള്ളൂ, ഇത് ഇപ്പോൾ എഴുതിയത് ശരിയായില്ലെങ്കിൽ ഞാനിനി അടുത്ത് എഴുതുമ്പോൾ ആലോചിക്കും. അങ്ങനെയൊന്നും പരിശുദ്ധാൻ പറഞ്ഞു മക്കാബിയർ പറഞ്ഞ പുസ്തകമൊക്കെ വായിച്ചു നോക്കണം. അതിന്റെ അവസാനമൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് ഇത്രയൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ, ഇതിൽ കൂടുതൽ എഴുതാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും എഴുതാൻ ചേർക്കണമെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ അപ്പം മനുഷ്യൻ എഴുതിയല്ലേ. ഹല്ലേലൂയ. അതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യും പ്രൈസ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുക വചനത്തിനകത്ത് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറാൻ ദൈവം അനുവദിക്കുന്നില്ല. ആകാശവും ഭൂമി മാറിപ്പോകുമെങ്കിലും എൻ്റെ വചനത്തിനൊരു മാറ്റമില്ല. അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിന് അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നീ സ്വീകരിക്കാൻ വചനം നീ പഠിക്കണം. ഹല്ലേലൂയ. സഹോദരൻ വചനം പഠിക്കണം. ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു സഹോദരനോട് സംസാരിക്കുന്ന ക്രൈസ്തവനാണ്. ഉള്ളിൽ നീതിമാൻ പന പോലെ വളരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ നീതിമാൻ പന പോലെ വളരും. ഹല്ലേലൂയ. നീതിമാൻ പന പോലെ വളരും. അവൻ ലബാന്റെ ദേവദാരു പോലെ വളരുമെന്ന് പറഞ്ഞു. നമ്മൾ വളരും. എന്നിട്ട് എന്താ പാസ്റ്റർ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങൾ നീതിമാനെ കുറിച്ചല്ലേ ദൈവം പറഞ്ഞത്? നീതിമാന്മാർ പന പോലെ വളരും, അത് ശരിയാ. അവർ ലബാന്റെ ദേവദാരു പോലെ വളരുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു പനയ്ക്ക് 100 വർഷം ഒരു ദേവദാരിന് 1000 വർഷമൊക്കെ ഉണ്ടെന്നാകുന്നത്. ഹല്ലേലൂയ. അപ്പൊ അത് നീതിമാന്മാരെ കുറിച്ചാണ്. നിങ്ങൾ നീതിമാനാണോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ നീതിമാനാണെങ്കിൽ വചനം നിങ്ങൾക്കും യാഥാർത്ഥ്യം. അല്ല, നിങ്ങൾ നീതീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തില്ല. അതേസമയത്ത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് അപ്പാവിതാവി എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നീതിമാൻ പന പോലെ തന്നെ വളരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രസംഗം എല്ലാവരും പ്രസംഗിക്കുന്നു. ലോകത്തിൽ എന്തെല്ലാം പ്രസംഗങ്ങളുണ്ട്. ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നവരാ ലോകത്തിൽ. പക്ഷേ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കണമെങ്കിൽ ദൈവസഭയ്ക്കകത്ത് വരണം. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് പാപത്തിന് പരിഹാരം വരുത്താൻ, പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ, നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് നിനക്ക് തിരിച്ചറിയുക, നിന്റെ ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് നിനക്ക് ബോധ്യമാകണമെങ്കിൽ നീ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൂട്ടിയ പറഞ്ഞുകൂട്ടിയ കണ്ടതും കേട്ടതും എല്ലാം നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, നീ പ്രവർത്തിച്ചതുമായിരിക്കുന്ന പാപത്തെക്കുറിച്ച് നിനക്ക് ബോധ്യം വരണമെങ്കിൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കണം. അല്ലാതെ എല്ലാം ഇവിടുത്തെ രാഷ്ട്രീയക്കാരിലേക്ക് പോയി എന്നുള്ള മതപ്രസംഗം കേട്ടതുകൊണ്ടോ, ഇവിടുത്തെ അനുശോചന പ്രസംഗം കേട്ടോ, പ്രതിഷേധ പ്രസംഗം കേട്ടതുകൊണ്ടോ അങ്ങനെയൊന്നും നമുക്ക് മാനസാന്തരം വരുന്നില്ല. ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ മാനസാന്തരം വരും. രക്തം ചെയ്യും. ഇന്നും നീ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാൻ തയ്യാറല്ല. യേശുക്രിസ്തുവിന്റെ കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെടാൻ വരച്ച് കാട്ടിയിട്ട് ആരോ നിന്നെ ശുദ്ധം ചെയ്ത് മയക്കിയിരിക്കുക. അതുകൊണ്ട് നീ ആ ശുദ്ധരത്തിന്റെ കെട്ടിലകത്ത് അകപ്പെട്ട് കിടക്കുക. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവ് പൂർത്തീകരിച്ച ഹല്ലേലൂയ രക്ഷണ്യ വേലയോട് ആരും ഒന്നും ഇനി കൂട്ടേണ്ടതില്ല. എന്നാൽ ഇവിടെ ഗലാത്യർ അതിനോട് ഹല്ലേലൂയ ന്യായപ്രമാണത്തിന്റെ ഏതാനും പ്രവൃത്തികൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ.
അപ്പം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തോട് നമ്മളൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. അതെല്ലാം ദൈവം നമുക്ക് എഴുതി പൂർത്തീകരിച്ചാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഗലാത്യ സഭയിലുള്ളവരുണ്ട്, ഇത് ഗലാത്യർ ന്യായപ്രമാണത്തിന്റെ ചില കാര്യങ്ങളോട് അതിനകത്ത് എഴുതി ചേർത്ത് ഇന്നത്തെ ചില സഭകൾ ക്രൈസ്തവ സഭ ചെയ്യുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു എഴുതി പൂർത്തീകരിച്ച് തന്നിരിക്കുന്ന ദൈവവചനത്തോട് ന്യായപ്രമാണത്തിലെ ചില കാര്യങ്ങളുടെ ചേർത്ത് എഴുതിയിട്ട് ഇന്ന് വിശ്വാസികളെ പഠിപ്പിക്കുക. അല്ലേരിയ അതാണ് അത് ഈ ഗലാത്യ സഭ ചെയ്തത് അങ്ങനെ. അല്ലേരിയ അപ്പം ന്യായപ്രമാണത്തിന്റെ ഏതാനും പ്രവൃത്തികൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയാണ്. അല്ലേരിയ അതിനവർ വഴങ്ങുന്നത് കണ്ട് പൗലോസ് ആശ്ചര്യപ്പെട്ട് ചോദിക്കുക, നിങ്ങളെ വല്ലവരും ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണോ? അപ്പം ന്യായപ്രമാണത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തു എന്ന പ്രമാണത്തോട് ചേർത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പം പൗലോസ് കണ്ടു, നിങ്ങളെ ആരെങ്കിലും ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണോ? അല്ലേലിയ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണോ ചോദിക്കുക. ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ടവരാണവർ എന്ന് അല്ലേ അർത്ഥത്തിലല്ല ചോദ്യം. ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ടവരാണെന്നുള്ള അർത്ഥത്തിലല്ല ചോദ്യം. എങ്കിലും അങ്ങനെയാണോ? അല്ലേലിയ എന്ന് പറഞ്ഞാൽ ഇതിനോട് സാമ്യമുള്ളതാണ്. ക്ഷുദ്രപ്രവൃത്തികളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിലക്കിയിട്ടുള്ളതാണെന്ന് ആവർത്തന പുസ്തകം അല്ലേലിയ നമുക്ക് വായിക്കും. 18:10-11 വായിക്കും. വെളിപ്പാട് പുസ്തകം 22:15 വായിക്കുമ്പോഴും അത് പൈശാചികമായുള്ളതാണ്. അല്ലേലിയ അത് ക്ഷുദ്രപ്രവൃത്തികളാലോ മന്ത്രങ്ങളാലോ അല്ലേലിയ ഒക്കെ വരുന്നതാണ്. അത് ഒരു ദൈവത്തിന്റെ ജീവിതത്തിലേക്ക് അത് പ്രവേശിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ക്ഷുദ്രങ്ങളെ കുറിച്ച് മന്ത്രങ്ങളെ കുറിച്ച് വിലക്കിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. ഒരു ദൈവത്തിന്റെ അല്ലയ്യ അത് കീഴ്പ്പെടുത്താനും പാടില്ല. അല്ലേലിയ എങ്കിലും അതിൽ വിശ്വസിച്ച് അല്ലയ്യ ക്ഷീണിക്കുന്നവരുണ്ട്. ന്യായപ്രമാണത്തിൽ വിശ്വസിച്ച് ക്ഷീണിക്കുന്നവരുണ്ട്. അവരൊരിക്കലും ന്യായപ്രമാണത്തിൽ പുറത്തു വരാൻ ആഗ്രഹിക്കുക. ന്യായപ്രമാണത്തിലൊക്കെ നിന്ന് ചിലതൊക്കെ അവർക്ക് ചെയ്യാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത് എല്ലാം കാണാനും എല്ലാം കേൾക്കാനും എല്ലാം പറയാനും എല്ലാം തിന്നാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും പോകാനും എല്ലായിടത്തും ഇരിക്കാനും എല്ലായിടത്തും കിടക്കാനും ഒന്നും നമുക്ക് അവകാശമില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലാണ് നീ ജീവിക്കുന്നത്, നീ ഇതെല്ലാം ചെയ്യും. പക്ഷെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടാണ് നീ ജീവിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് വിലക്കുകളുണ്ട്. ഒരുപാട് വിലക്ക്. അത് തുടരുത്, അത് കാണരുത്, അത് കേൾക്കരുത്, അവിടെ പോകരുത്, അവിടെ ഇരിക്കരുത്, അവരുടെ സംസർഗം പാടില്ല, അത് തിന്നരുത്, കുടിക്കരുത് എന്നൊക്കെ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് ഒരു രൂപാന്തരം ഉണ്ടാകും. രക്തം ചെയ്യുന്നു. പ്രൈസലോ അതുകൊണ്ട് ഈ കാലഘട്ടം വല്ലാത്തൊരു അനുഭവമാണ്. ഈ കാലഘട്ടത്തിനകത്ത് വരുന്ന ദുരനുഭവങ്ങളെ അതിജീവിക്കണം. അല്ലേല് നിങ്ങളെ ആരും ക്ഷുദ്രം ചെയ്ത് മയക്കരുത്. പ്രൈസലോ നമ്മളെ ആരും ക്ഷുദ്രം ചെയ്ത് മയക്കരുത്. സ്തോത്രം. അല്ലേലിയ പലരും അങ്ങനെ. അല്ലേലിയ സ്തോത്രം. അല്ലേലി അപ്പൊ ഇവിടെ ദൈവത്തിന് വചനമൊക്കെ വായിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രീസിലെ നമ്മളെ ആരും മുതലെടുക്കാൻ പാടില്ല. നമ്മളെ ആരും മുതലെടുക്കാൻ പാടില്ല. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ, നിന്റെ വിശ്വാസത്തെ തകർക്കുവാൻ, നിന്റെ ഉള്ളിൽ ക്ഷുദ്രം ചെയ്യുന്നത് പോലെയുള്ള ദുഷ്ട ചിന്തകളും ചിന്താഗതികളും ഉപദേശങ്ങളും തന്ന് നിന്നെ മയക്കിയെടുത്തിട്ട് നിന്നെ അടർത്തി മാറ്റുവാൻ നീ അനുവദിച്ച് കൊടുക്കരുത്. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് വേർപാടിലും വിശുദ്ധിയും ജീവിക്കുന്ന നിന്നെ ഈ ലോകത്തിന്റെ ദുരുപദേശങ്ങൾ കീഴ്പ്പെടുത്താൻ പാടില്ല. അല്ലേലിയ ബുദ്ധിയില്ലാത്ത ഗിലാത്തിനെ പോലെ നിങ്ങൾ ജീവിക്കരുത്. ബുദ്ധിയില്ലാത്ത വിശ്വാസികളാകരുത്. ബുദ്ധിയില്ലാത്ത ക്രൈസ്തവരാകരുത്. അല്ലേലിയ യേശു ക്രിസ്തു നമുക്ക് മുമ്പിൽ മരിച്ചടക്കപ്പെട്ടു. അല്ലേലിയ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. അവൻ വരും മധ്യാകാശത്തിൽ. എന്തിന്? വിശുദ്ധന്മാരെ ചേർക്കുവാൻ. മുമ്പേ മരിച്ച വിശുദ്ധന്മാരിൽ ഉയർക്കും. പിന്നെ ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. അതാ യേശു മധ്യാകാശത്തിൽ വരാൻ സമയമായി. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയിലാണോ നിൽക്കുന്നത്? അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നീ നീതീകരിക്കപ്പെട്ടവനാണോ, നീതീകരിക്കപ്പെട്ടവളാണോ? ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിലേക്ക് പോകാതെ, ആരും നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കാതെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണോ, നീ നയിക്കുന്നവളാണോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ വിശുദ്ധി നിൽക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാം. അല്ലാതെ നമുക്ക് ചുമ്മാ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല.
ചില ചിന്ത അങ്ങ് ബസ് കയറി അങ്ങ് കോട്ടയത്തേക്ക് പോകുന്നവർ, ഇവിടുന്ന് തൃശ്ശൂർ വണ്ടി കയറി കോട്ടയത്തേക്ക് പോകുന്ന പോലെ കോട്ടയത്ത് വണ്ടി കയറി കാസർഗോഡ് പോകുന്നവർ സ്വർഗരാജ്യത്തിൽ പോകാമെന്ന്. അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് വിശുദ്ധന്മാരുടേതാണ്. അത് വിശുദ്ധന്മാർ പാർക്കുന്നത്. അവിടെ ഈ ഭൂമിയിൽ ഒരു അശുദ്ധന്മാരുടെ കോടാനുകൂടി ദൂതന്മാരും കെരുവുകളും സാറാബുകളും ആമയും വിശുദ്ധന്മാരടങ്ങിയ വലിയ സംഘമാണ്. ഹല്ലേലൂയ. അവിടെ ഈ ലോകത്തിന്റെ ഒന്നുമില്ല, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാലൊന്നും ജീവിക്കുന്നവർ അവർക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ, ആമേൻ, ദൈവത്തെ അനുസരിച്ച് ദൈവഹിതം മനസ്സിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ, വേർപെട്ട കൂട്ടങ്ങൾ ജാതികളോടുകൂടെ എണ്ണപ്പെടാത്തവർക്ക് മാത്രമേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ ചെന്ന് കേട്ടോ. ഹല്ലേലൂയ. ഒരു കടയിൽ ചെന്ന് സാധനം മേടിക്കാൻ പോകാം. അപ്പൊ അവിടെ അലുവ ഇത് അലുവയുണ്ട്, പിന്നെ ഈ ശർക്കര വരട്ടിയുണ്ട്, ലഡുവുണ്ട്, ഒരുപാട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെല്ലാം കൂടെ എവിടെ നിന്ന് കിട്ടിയതെന്ന് വെച്ചു. ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇവരൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി? അത് തന്നതാ, ലേലം വിളിച്ചതാന്ന് പറഞ്ഞു. ലേലിയ. എന്നിട്ട് ഞാൻ ചോദിച്ചതൊക്കെ എന്താ, ഈ ലഡുവിന് എന്തോ വിലയാന്ന് ചോദിച്ചു. അപ്പൊ ലഡുവിന് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു ഒരെണ്ണത്തിന് 7 രൂപയോളം പറഞ്ഞു. ഞാൻ ചോദിച്ചു അതങ്ങനെ ഇപ്പൊ അങ്ങനെ കടയിൽ അങ്ങനെ കിട്ടത്തില്ല. അല്ല, ഇതങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നതാണ്. അപ്പം ചിലതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച്, നമുക്ക് വേണമെങ്കിൽ ചില വിലക്കുറവ് അല്ലെ 7 രൂപയ്ക്ക് ലീഡ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് വേണേൽ മേടിച്ചുകൊണ്ട് വരാം, നല്ല ഏരിയ. പക്ഷെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നീതീകരിക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന നീയെ പല സ്ഥലത്തും ചെല്ലും, പലതും നിന്റെ കൺമുമ്പിൽ കൊണ്ടുവച്ചിട്ട് നിന്നെ ശുദ്ധം ചെയ്ത് മയക്കിയിട്ട് നിന്നെ അതിനകത്ത് അകപ്പെടുത്താൻ ശ്രമിക്കും. ഞാൻ ആ സൗകര്യനോട് ചോദിച്ച് ആമീ സൗകര്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണോ? ഞാൻ അങ്ങനെ തന്നെയാ ഏരിയ. ആ സാരമില്ല സാറേ, അറിയാതെ ചോദിച്ചതാണ്. അപ്പൊ എനിക്കെന്തായാലും സംഭവം പറയാൻ പറ്റി. എന്തുകൊണ്ടല്ലേ എന്നോടത് ചോദിച്ചത്? എനിക്ക് സംഭവം അദ്ദേഹത്തിന് പറയാൻ അവസരം ദൈവം ഉണ്ടാക്കി തന്നതാ. ഞാൻ അദ്ദേഹത്തോട് ഞാൻ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് നീതീകരിക്കപ്പെട്ടവനെ ശുദ്ധീകരിക്കപ്പെട്ടവനാ. ഞാമേ അപ്പാ പിതാവിനുള്ള പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ കർത്താവ് വരാൻ സമയമായി. എനിക്ക് അവിടെ പോകാൻ ധൃതിയോടാണ് ഞാൻ നിൽക്കുന്നത്, പ്രത്യാശയോടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ ശുദ്ധം ചെയ്ത് മയക്ക് ന്യായപ്രമാണത്തിന്റെ കെട്ടിലേക്ക് ഞാൻ ഇനി പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തു. ശരി, നമ്മുടെ കാര്യം വന്നില്ലേ? പ്രൈസോ അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾക്ക് വളരെ വീണ്ടും വിചാരമൊക്കെ വേണം കേട്ടോ. അല്ലേ? സ്തോത്രം. എല്ലാത്തിനും വളരെ വീണ്ടും വിചാരം വേണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരു വിവേചനം ഒക്കെ നമുക്കുണ്ടാകണം. പ്രൈസോ, വിവേകമൊക്കെ ഉണ്ടാകണം. അല്ലേ? അപ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കാൻ ലോകം അവസരത്തിനനുസരിച്ച് നമ്മോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം അവസരത്തിനനുസരിച്ച് ചോദ്യം ചോദിക്കും. അവർക്ക് വലിയ സുബോധമൊന്നുമില്ലെന്നേ ലോകം എന്ന് പറയും. ഈ ലോകം അവസരത്തിനനുസരിച്ച് ചോദ്യം ചോദിക്കും, ഉത്തരം ലഭിക്കുവാൻ അവരിങ്ങനെ കാത്തിരിക്കും. നമ്മളോട് ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും. നമ്മളെയും കൊണ്ട് അവർ ഉത്തരം പറയിപ്പിക്കും. അവസാനം അവന്റെ കക്ഷത്തെ കൊണ്ട് തല വെച്ചതുപോലാവും. അതുകൊണ്ട് പിതാക്കന്മാരൊക്കെ പറയുന്നത്, ചേട്ടാ നീ അവന്റെ കക്ഷത്തിൽ കൊണ്ട് തല വെക്കരുത് പറയാറില്ലേ? നീ അവളുടെ കക്ഷത്തിൽ കൊണ്ട് തല വെക്കരുതെന്ന് പറയാൻ എത്ര യാഥാർത്ഥ്യം. എന്നെ കേൾക്കുന്ന പ്രശ്നം, പാലിലും നിന്നോട് പലതും പറഞ്ഞ് അവന്റെ കഷ്ടത്തിന്റെ തല കൊണ്ടുവെക്കാൻ നീ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്തോത്രം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ സ്തോത്രം 4, 5, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നീയും മൂടനെ പോലെ ആകാതിരിക്കേണ്ടതിന് ആമീൻ തന്റെ ഭോഷത്വം പോലെ, അവന്റെ ഭോഷത്വം പോലെ, നീയും മൂടനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂടന് താൻ ജ്ഞാനിയെന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വത്തിന് തക്കവണ്ണം അവനോട് ഉത്തരം പറയുക. പിന്നെ അടുത്ത മൂടന്റെ കൈവശം വർത്തമാനം അയക്കുന്നവർ അല്ലയ്യ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. ഈ സഭകൾ 26-ാം അധ്യായം വായിക്കണം കേട്ടോ. അല്ലേ? യഹോഭക്തി മൂടനുള്ളതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. യഹോഭക്തി മൂടന്. പലരും യഹോഭക്തി ഉണ്ടെന്ന് പറയും, പക്ഷെ മൂടനാ. അല്ലേ? അതുകൊണ്ടാണ് വചനം പറയും, നീ മൂടനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വം പോലെ അവനോട് നീ ഉത്തരം പറയരുത്. അല്ലേ? അങ്ങനെ അവന്റെ ചോദ്യങ്ങൾക്കെല്ലാം നീ ഉത്തരം പറയാൻ പോയി നീ അവനെ പോലെ മൂടനായി മാറും. അല്ലേ? അതുകൊണ്ട് നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം.
അതുകൊണ്ടാണ് ആമേ കൊലോസ് ലേഖനം 4:6 പറഞ്ഞ് നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. കാലം വല്ലാത്ത ദുഷ്കരമാ, വല്ലാത്തൊരു അനുഭവമാ. ഏത് മനുഷ്യനും ശുദ്ധരം ചെയ്ത് മയക്കത്തക്ക നില അനുഭൂതി ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. സഭയ്ക്കകത്ത് വന്ന് ശുദ്ധരം ചെയ്ത് വിശ്വാസികളുടെ മനസ്സിനെ ഇളക്കി, വിശ്വാസികൾ രണ്ട് ചിന്ത കൊണ്ടുവന്ന് വിശ്വാസികളെ രണ്ട് പക്ഷമാക്കുന്ന, സഭയ്ക്കകത്ത് ഭിന്നത വിരത്തുന്ന, സഭയ്ക്കകത്ത് കലക്കം കൊണ്ടുവരുന്ന പാസം വിശ്വാസിയും കൂടെ കലഹിക്കുന്ന, സഭയ്ക്കകത്ത് സമുദായത്തിനകത്ത് പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, അവൻ സഭയ്ക്കകത്ത് വന്ന് നാളെ അവൻ നിന്റെ വീട്ടിൽ വരും. മല്ലുരിയ, നിന്റെ വീട്ടിനകത്ത് ചിത്രമുണ്ടാകും, നിന്റെ വീട്ടിനകത്ത് കലക്കമുണ്ടാകും, നിന്റെ കുടുംബത്തിൽ കലക്കമുണ്ടാകും, നിന്റെ സമൂഹത്തിൽ കലക്കമുണ്ടാകും. അത് നിന്നെ ശുദ്ധം ചെയ്ത് മയക്കുവാൻ വരുന്നവനെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇന്ന് എല്ലായിടത്തും ഈ ശുദ്ധം ചെയ്ത് മയക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് സഭയ്ക്കകത്ത് അവരെയൊക്കെ വിളിക്കുന്ന ദുരുപദേശന്മാർ. പ്രൈസലോ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ പോലെ നമ്മൾ ജീവിക്കരുത്. ഹല്ലേലൂയ. നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെന്നൊരു ബോധ്യമുണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് വായിച്ച വചനം? എന്താണ്? ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3-ാമത്തെ വാക്യമാണല്ലോ. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ആയിക്കെട്ടതിനാലോ നിങ്ങൾ തന്നെ തിരിച്ചു നോക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ? പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ എല്ലാ കാര്യത്തെക്കുറിച്ചും ബോധ്യമൊക്കെ ഉണ്ടാവും. അത് വിശ്വാസത്തിന്റെ പ്രശ്നം കേട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ ഇന്ന് പകൽ നീ അതിനുവേണ്ടി തയ്യാറാണ്. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ വാചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോക രാജ്യങ്ങളുള്ള 800 കോടിയിലും തലമുറ എണ്ണത്തിൽപ്പെടാത്ത രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, ക്രമസമാധാന പാലകൻ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന എല്ലാ മേഖലയിലും കേൾക്കുന്ന ജുഡീഷ്യറി അതിർത്തികൾ കാക്കുന്നവർ, ഹല്ലേലൂയ, മത നേതാക്കന്മാർ, മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയമാർ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, രാഷ്ട്രീയ നിരീശ്വരവാദി, യുക്തിവാദികൾ, കർത്താവ് ദൈവമില്ല എന്ന് പറഞ്ഞ മൂടന്മാരടക്കം, ഹല്ലേലൂയ, സകല ജനങ്ങളെയും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുവിനും പാനസാല ലഹരിക്കും അടിമപ്പെട്ട് തട്ടാമുട്ടി ചോദ്യം ചോദിക്കുന്നവരെ മറ്റുള്ളവരെ ശുദ്ധം ചെയ്ത് മയക്കുന്ന ഉരുകൂട്ടം ദുരുപദേശകന്മാരടക്കമുള്ള കപട വേലക്കാരെ ദൈവസന്റെ ഏൽപ്പിക്കുന്നവരെല്ലാം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച പിതാവിയാണെങ്കിൽ പുത്രത്തിന് ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനാചരത്തെ ഒരുക്കണം. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർത്തയ്ക്കും നിരാലവും വശന യാചകർ, ഓർഫനേജ്, തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാവരുടെ വീടും ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടണമേ. ആര് ശുദ്ധം ചെയ്ത് മയക്കി ന്യായപ്രമാണത്തിന് കെട്ടിലേക്ക് വന്ന ഈ ലോകത്തിന്റെ പാപങ്ങളിലേക്ക് പോകുന്നതേ ജനം മടങ്ങി വന്ന് വിശുദ്ധ ചെയ്ത് നയിപ്പാൻ ജനത്തിന്റെ ആത്മീയ കണ്ണ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.